ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഹോണ്ട ഇപ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു വർഷം മുന്നേ അവരുടെ പുതിയ ജനറേഷൻ അമേസ് കിട്ടി. അതുപോലെ ഈ അടുത്ത് നമുക്ക് സിറ്റിയുടെ 5th ജനറേഷൻ മോഡലിന് തന്നെ രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് വരാനുള്ളത് അവർ 3 കൊല്ലം മുന്നേ ഇറക്കിയ എലവേറ്റിനാണ്. ഈ വണ്ടിയിൽ ഇത്രയും കാലമായിട്ട് അവർ കുറച്ച് സിഗ്നേച്ചർ ഡാർക്ക് എഡിഷൻ പിന്നെ മെയിൻ ബ്ലാക്ക് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്ലാക്ക് എഡിഷൻ ഇറക്കി. അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഫീച്ചേഴ്സിൻ്റെ ഇംപ്രൂവൈസേഷൻ അങ്ങനത്തെ ഒരു സംഭവങ്ങളും വന്നിട്ടില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എലവേറ്റിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തം ക്യാമഫ്ലാജ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. സാഡ്ലി നമുക്കിപ്പോൾ ഇതിൻ്റെ റിയറും അതുപോലെ സൈഡ് ഡിസൈനും മാത്രമേ സ്പൈ ഷോട്ട്സ് വഴി കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ ഫ്രണ്ട് ഡിസൈനും അതുപോലെ ബാക്കി അകത്തുള്ള ചെറിയ സ്പൈ ഷോട്ട്സ് ഒക്കെ കിട്ടുമായിരിക്കും. എന്തായാലും സിറ്റി ഫേസ് ലിഫ്റ്റിനെ അടിസ്ഥാനമാക്കിയ അതായത് ഏകദേശം അതുപോലെയൊക്കെയാണ് ഒരു മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വണ്ടിയുടെയും ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ടാവും. ബാക്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ അറിയാനില്ല. അതായത് ഏകദേശം ടെയിൽ ലാംപ്സിൻ്റെ ഒരു സിലവറ്റൊക്കെ സെയിം ആണ്. നമുക്ക് ആ ഒരു കണക്റ്റഡ് എലമെൻറ്റ് പോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉള്ള വണ്ടിയിൽ നടുവിലത്തെ ലാമ്പൊന്നും വർക്കിംഗ് അല്ല, ജസ്റ്റ് അവർ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് അവർ മിക്കവാറും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുക്കുമായിരിക്കും. പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ അകത്തെ എലമെൻസിൽ ഇവർ കുറച്ച് വ്യത്യാസം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ സെയിം സിറ്റി ഫേസ് ലിഫ്റ്റ് തന്നെയാണ് കണ്ടത്. ബാക്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു, അകത്തെ എലമെൻസിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വണ്ടിയിൽ നമ്മൾ നോർമലി കാണുന്ന പോലെ തന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ ഇവർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ചൊക്കെ തന്നെയായിരിക്കും. നോർമലി ഹോണ്ട എപ്പോഴും ക്രോസ് സെക്ഷൻ കുറവുള്ള ടയേഴ്സും സൈസ് കുറവുള്ള ടയേഴ്സും ആണ് കൊടുക്കാറ്. ഇതിൻ്റെ അകത്ത് പിന്നെ മിനിമം 17 ഇഞ്ച് സെഗ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര അണ്ടർടയർഡായി പോകും. എന്തായാലും അതുകൊണ്ട് 18 ഇഞ്ചോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വിട്ട് കൂടിയ ടയേഴ്സൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, ഹോണ്ടയാണല്ലോ. സൈഡ് ഡിസൈൻ ഏതായാലും ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഡോർസിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഓവറോൾ ലെങ്ത് ആയിക്കോട്ടെ, വണ്ടിയുടെ ഡയമെൻഷൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം സെയിം തന്നെയായിരിക്കും. ഫ്രണ്ട് ഡിസൈനിൻ്റെ ഒരു സ്പൈ ഷോട്ടും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പറയാമായിരുന്നു. കാരണം പുതിയ ഫേസ് ലിഫ്റ്റ് സിറ്റിയുടെ ഫ്രണ്ട് ഡിസൈൻ അവർ മൊത്തമായിട്ടൊന്ന് റീവർക്ക് ചെയ്ത് ഗ്രില്ല് മാറ്റി, ഹെഡ് ലാമ്പ് മാറ്റി, ബമ്പർ മാറ്റി, അങ്ങനെ മൊത്തത്തിലൊന്ന് മാറ്റി ഇറക്കിയതാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ബമ്പർ മാറ്റുമായിരിക്കും, കാരണം പുതിയ സിറ്റി ഫേസ് ലിഫ്റ്റ് റിയർ ബമ്പർ മാറ്റിയതാണ്. ഇനി നമുക്കിതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പുതിയ സിറ്റിയിൽ കിട്ടിയ പോലെ തന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഈ വാഹനത്തിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു സാധനമാണ്. ഈ സെഗ്മെൻറ്റിൽ എന്നല്ല, നമുക്കിപ്പോൾ ഇതിൻ്റെ 2 സെഗ്മെൻറ്റ് താഴെയുള്ള വണ്ടികളാണെങ്കിൽ പോലും വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ ഇല്ല എന്ന് പറയുന്നത് വളരെ സാഡാണ്. പിന്നെ നമുക്ക് 360 ക്യാമറ അവരിപ്പം സിറ്റി ഫേസ് ലിഫ്റ്റിൽ ആഡ് ചെയ്തു. അത് ഉറപ്പായിട്ട് ഈ വണ്ടിയിലും വരും. എക്സ്ട്രാ ആയിട്ട് എനിക്കിതിൽ വേണം എന്ന് തോന്നിയത് ഈ സെഗ്മെൻറ്റിൽ ഇപ്പം നോർമലി എല്ലാ കമ്പനികളും കൊടുക്കുന്ന പാനറോമിക് സൺറൂഫ് ആണ്. അതൊരു നോം ആയിട്ടുണ്ട്, കാരണം എല്ലാ വണ്ടികളും മിനിമം ഒരു സൺറൂഫ് സിംഗിൾ പെയിനെങ്കിലും കാണണം. അത് അല്ല എങ്കിൽ മാക്സിമം പാനറോമിക് സൺറൂഫ് എങ്കിലും ഉണ്ടാണ്. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് വന്ന കുഷാക് ഫേസ് ലിഫ്റ്റ്, ടൈഗൺ ഫേസ് ലിഫ്റ്റ് എല്ലാത്തിലും അവരും അപ്ഡേറ്റ് ചെയ്തതിനകത്ത് സൺറൂഫ് പാനറോമിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോണ്ട ഇനിയിപ്പോൾ അത് കൊടുക്കില്ലോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പിന്നെ അവർക്ക് ഇലക്ട്രിക് സീറ്റ്സ് കൊടുക്കാം, ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുക്കാം, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അത് അവർ കൊടുക്കാത്തതാണ്. ഈ വണ്ടി ഇപ്പം ജനറലി ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ചധികം അണ്ടർ എക്വിപ്ഡ് ആണ്. അതുപോലെ ഇൻറ്റീരിയേഴ്സും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓൾ ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സ് ആക്ച്വലി വലിയ കുഴപ്പമില്ല. ഈ ബ്രൗണും ഒരു വുഡൻ ഫിനിഷൊക്കെ വരുമ്പോഴേക്കും ഇത്തിരി ഡേറ്റഡ് ആയിട്ടുള്ള ലുക്കാണ് ഇൻറ്റീരിയേഴ്സിൽ വരുന്നത്. ഭയങ്കര ഫങ്ഷണലാണ്. നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള, അതായത് ഒരുപാട് ടെക്കൊന്നും ഇല്ലെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഉണ്ട്, 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ വിത്ത് അനലോഗ് ആയിട്ടുള്ള സ്പീഡോമീറ്റർ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഭയങ്കര മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാബിനൊന്നും അല്ല. ഇൻറ്റീരിയർ അവർ ഏതായാലും റീഡിസൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിറ്റി ഫേസ് ലിഫ്റ്റിൽ ഇൻറ്റീരിയർ റീഡിസൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ്റെയൊക്കെ കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. അവരെന്താണ് ഉണ്ടായിരുന്നത് അത് വെച്ച് തന്നെയാണ് ഇറക്കിയത്. അതുകൊണ്ട് ഈ വണ്ടിയിലും വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി മെക്കാനിക്കലി ഈ വാഹനത്തിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് 1.5 ലിറ്റർ എണ്ണ പെട്രോൾ മാത്രമേ ഉള്ളൂ. അതും ഈ വണ്ടിയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആണ്. പൊതുവേ ഈ സെഗ്മെൻറ്റിൽ ഡീസൽ ചില കമ്പനികൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ചില കമ്പനികൾ CNG കൊടുക്കാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ പെട്രോൾ, ടർബോ പെട്രോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് എങ്കിലും ഉണ്ടാവാറുണ്ട്, ഹൈബ്രിഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവരാകെപ്പാട് ഒറ്റ എഞ്ചിൻ വെച്ചാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്. അത് അതിൻ്റെ അകത്ത് CVT ഉണ്ട്, അതുപോലെ മാനുവലും ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഹോണ്ട ഈ വണ്ടിയിൽ ഒരു ടർബോ പെട്രോൾ ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ടർബോ പെട്രോൾ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിറ്റി EHEV ഇരിക്കുന്ന ഒരു ഹൈബ്രിഡ് പവർട്ടെങ്കിലും ഇതിനകത്ത് എടുത്ത് വെച്ചാൽ മതി. സംഭവം ശരിയാണ്, വണ്ടി എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു 10-22 ലക്ഷം രൂപയെങ്കിലും ഈ വണ്ടിക്കൊക്കെ ചിലപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് പോകുമായിരിക്കും. പക്ഷേ എന്നാലും അറ്റ്ലീസ്റ്റ് അവർ കൊടുക്കുന്നു എന്നുള്ളൊരു ഇതാവുമല്ലോ. കാരണം 4 സിലിണ്ടർ ഹൈബ്രിഡ് പവർട്ടെറിന് ആകെപ്പാടെ സിറ്റി ഫേസ് ലിഫ്റ്റിൽ മാത്രമേ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ളൂ. ഈ ഒരു അബവ് 4.3, 4.5 മീറ്ററിൻ്റെ ഇടയിലുള്ള വണ്ടികളുടെ കേസ് എടുക്കുകയാണ്. സെഡാനല്ല, SUV എല്ലാം അങ്ങനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ. ബാക്കി വണ്ടികൾ പിന്നെ വരുന്ന നമ്മുടെ ഡസ്റ്ററിൻ്റെ 1.8 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡിന് ഇപ്പോൾ വർഷാവസാനം വരണം. അതിന് മുന്നേ ഈ വണ്ടി വരികയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് പവർട്ടെറിന് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം നമ്മുടെ ഹൈറൈഡർ, ഗ്രാൻഡ് വിറ്റാർ ഇതിനകത്തെല്ലാം വരുന്ന ടൊയോട്ട TNGA സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. സോ ഹോണ്ടയുടെ ഹൈബ്രിഡ് അത് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടായിരിക്കും നമ്മൾ ഐഡലിങ്ങിലൊക്കെ ഫീൽ ചെയ്യാൻ പോകുന്നത്.
എന്തായാലും അതാണ് ഈ വണ്ടിയുടെ കാര്യം. നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയിൽ അപ്ഡേറ്റ്സ് തരാൻ താല്പര്യമുള്ളത്, അവർ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.